ഇങ്ങനെയുള്ള ഇറാഷണലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ദർ ഇസ് എ വേൾഡ് ബിയോണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് നമ്മൾ ആ ഭാവി എങ്ങനെയായിരിക്കും? ആ ഭാവി ഒരു ഇറാഷണൽ ആകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെമോക്രസിയുടെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതൊരു പെർമനന്റ് ഇഷ്യൂ ആയിട്ട് വരികയില്ല. ഇപ്പൊ ഓയിലിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശക്തമായ നിലപാട് തന്നെയാണ്. ശ്രീ ജയശങ്കർ പറയാറില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്, അമേരിക്ക വാങ്ങിക്കുന്നത് എണ്ണ എത്രയോ പേർ. അതുകൊണ്ട് ഞങ്ങൾ എവിടെ എണ്ണ ഏത് വിലയ്ക്ക് കിട്ടുമോ അത് ഞങ്ങൾ പോയി വാങ്ങിക്കുമെന്ന് നമ്മൾ ശക്തമായി പറയുന്നുണ്ട്. നമ്മളൊന്നും അംഗീകരിക്കുന്നില്ല. അതിപ്പോ മോഡീസ് വാർ എന്നാണ് ഇപ്പൊ യുക്രൈൻ വാറിനെ പറ്റി ഒരു അമേരിക്കൻ നേതാവ്. അപ്പൊ ഇതൊക്കെ ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അവിടുത്തെ ഡെമോക്രസിയുടെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ അമേരിക്കയിൽ ഇത്രയും ജനങ്ങളുള്ള 20 മനുഷ്യനെ മാത്രമേ കിട്ടിയുള്ളൂ. അതൊക്കെ പ്രാക്ടിക്കൽ ഡെമോക്രസിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചാലും എനിക്ക് തോന്നുന്നത് വളരെ അടുത്ത കാലത്ത് തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ നോക്കിയാൽ ഞാൻ എത്രയോ വർഷമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. നമ്മൾ മുകളിലോട്ട് പോകും, വളരെ മുകളിലെത്തി കഴിയുമ്പോൾ പെട്ടെന്ന് താഴെ വീഴും. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. ബേസിക്കലി നമുക്ക് നമ്മൾ പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയനോട് നമ്മൾ വളരെ കടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമുക്ക് പ്രയോജനമുള്ളതാണ്. അമേരിക്കയായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കലാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നത് അതിന് മുമ്പ് നിതീഷ്, ഇതിനകത്ത് നോക്കൂ, ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലോക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതാണല്ലോ. അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നുള്ള ചോദ്യമാണ് മൗലികമായി. ഞാൻ ആദ്യം ചോദിച്ചത് തന്നെയായിരുന്നു. പക്ഷേ അപ്പോൾ അമേരിക്കയുമായി സകല രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കുകയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും എല്ലാ രാജ്യങ്ങൾക്കും മേലൊരു സേ ഉള്ള പ്രധാനമന്ത്രിയായി ഭരണനായകനായി നമ്മുടെ ഭരണകൂടം മാറിയെന്ന് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണകൂടത്തിൻ്റെ വേണമെങ്കിൽ പിടിപ്പുകേടെന്ന് പറയാവുന്ന ഒരു സംഗതി കൊണ്ടോ അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ അവലംബിക്കുന്നതിൽ പറ്റിപ്പോയ പാളിച്ച കൊണ്ടെന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാവുന്നതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അത് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടോ, അത് ഇന്ത്യയിൽ റേസ് ചെയ്യപ്പെടുന്നുണ്ടോ, അത് ഇന്ത്യയിൽ വാർത്തയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. അത് വാർത്തയാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. കാരണം എങ്ങനെയാണ് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നതായിരുന്നു, ഒരു 3 പതിറ്റാണ്ടായിട്ട് വരുന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് അതെങ്ങനെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക ക്രൈസിസ് എങ്ങനെയാണ് ഏറ്റവും രൂക്ഷമായി മാറിയത് എന്നുള്ളതിൻ്റെ ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ രൂക്ഷമായി എന്നുള്ളതിന് ഈ പിന്തുടർന്നു വന്ന എല്ലാ നയങ്ങളുമാണ് കാരണം. അതായത് സ്വതന്ത്ര വ്യാപാര കരാറുകളാണ്. ആസിയാൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ UK-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്താൻ വേണ്ടി പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള പുതിയ ഇടപെടലാണ്. ഇന്ത്യയുടെ മരുന്ന് ഔഷധ വ്യാപാരത്തെ വലിയ തരത്തിൽ ബാധിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിലവിൽ പോലും ഈ അമേരിക്കയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട്, കാരണം അമേരിക്കയിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതില്ലാണ്ടാവുകയാണ്. പിന്നെ എന്താ നമ്മൾ ചെയ്യുക? വേറെ ഏതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള മാർക്കറ്റ്? ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എക്സ്പോർട്ടിൻ്റെയും ചൈനയുടെ എക്സ്പോർട്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ എക്സ്പോർട്ട് പലപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഒരു പ്രത്യേക ഈ പറയുന്ന പിന്നെ ഉപഭോക്താക്കളെ, അതായത് ഒരു പ്രത്യേക കമ്പനിയെ ഒരു രാജ്യത്തെ അത് വാങ്ങാൻ ഉള്ള ഒരു 1-2 ചാനലിലേക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് പലപ്പോഴും. അതിൻ്റെ ഒരു പ്രശ്നം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്തിവെക്കാം. അവർ അത് നിർത്തിവെച്ചാൽ, ഉദാഹരണത്തിന് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെ ഒരു പ്രത്യേക കമ്പനി വാങ്ങുന്ന ഒരു ടെക്സ്റ്റൈൽ മേഖലയെ ഈ താരിഫ് ബാധിക്കുകയും അവർ നിർത്തുകയും ചെയ്താൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ മറ്റൊരു മാർക്കറ്റ് ഇല്ല. ഇപ്പൊ ജപ്പാനിൽ നമ്മൾ ഇതിനു മുമ്പ് പോയി. പക്ഷേ ജപ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മാർക്കറ്റാണ്. ഇനി ചൈനയായിട്ട് തന്നെ ബന്ധമുണ്ടാകുന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഒന്നും ആയിരിക്കില്ല അവിടെ വേണ്ടി വരും. അതിനാവശ്യമുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കില്ല അത്. അതിനനുസരിച്ച പിന്നെ കാര്യങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യയിലെ മാനുഫാക്ചറിങ് വർദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കൂടുതൽ തൊഴിലുണ്ടാകണം. ഇന്ത്യയിൽ കൂടുതൽ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് വളരണം. ബദൽ വിപണികളെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ഭരണനിർവഹണത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്.